തദ്ദേശം 2020 പാലക്കാട് നഗരത്തിലെ അംഗം പരമ്പരയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പാലക്കാട് നഗരസഭയിലെ 24, 25, 26 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ വാർഡുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. UDFന്റെ ജില്ലാ കൺവീനർ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പി ബാലഗോപാലാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹൗസ് ക്യാമ്പയിനിടയിലാണ് ബാലഗോപാലിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നമുക്ക് ചോദിക്കാം, ബാലഗോപാൽ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ താങ്കൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. UDFന്റെ ജില്ലാ കൺവീനറാണ്. എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ മണ്ഡലം പ്രതിനിധീകരിച്ചിരിക്കുന്നത് UDFന്റെ പ്രതിനിധികളാണ്. UDFന്റെ ഒരു കുത്തക മണ്ഡലം എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് 100% ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. UDFന്റെ ഏറ്റവും സ്ട്രോങ് ഏരിയയാണ്. വർഷങ്ങളായി UDF നിലനിർത്തുന്നു. പക്ഷേ വോട്ടർമാർക്ക് ചിലപ്പോൾ പരാതികളൊക്കെ സ്വാഭാവികമല്ലേ? അത്തരം പരാതികൾ ബാലഗോപാൽ വോട്ടർമാരെ സമീപിക്കുമുണ്ടാവും. എന്ത് വികസന കാര്യമാണ് വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്നത്? ഞാനൊരു അമിതമായ വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ കബളിപ്പിച്ച് ഈ മണ്ഡലത്തിൽ പോകണമെന്ന് ഈ വാർഡിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ഒരു 10 മീറ്ററിൻ്റെ റോഡ് കോൺക്രീറ്റ് ചെയ്യണം എന്ന ആവശ്യം, ഒരു പൈപ്പ് ഒന്ന് നീക്കം ചെയ്ത് തരണം എന്ന ആവശ്യം, ഒരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഒരു ലൈൻ വലിച്ച് ഒരു ബൾബ് ഇട്ട് തരണം എന്ന ആവശ്യം, കുറേ നാളുകളായി ഡ്രൈനേജ് ഇങ്ങനെ തയ്യാറായി കിടക്കുന്നു എന്ന് പറയുന്ന ആവശ്യം, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകും മറ്റ് ശല്യങ്ങളും ഉണ്ടാകുന്നു എന്ന ആവശ്യം, നിരന്തരമായി ഈ തെരുവ് പട്ടികളുടെ ശല്യമുണ്ടാകും. ആ തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഇവിടെ ചിലർക്ക് ഉന്നയിക്കാറുണ്ട്. ആ കാര്യങ്ങൾ പോലും നമ്മൾ അവരോട് കൂടെ നിൽക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ സ്ഥലത്ത് വെച്ച് തന്നെ ബന്ധപ്പെട്ട ആളുകളുമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും നാളുകളിൽ നമുക്കൊരു അവസരം ലഭിച്ചാൽ തീർച്ചയായും ഈ മണ്ഡലത്തിൻ്റെ വികസന ണെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും, ജനങ്ങളുടെ വിഷയങ്ങളിൽ സജീവ സാന്നിധ്യമായി ഉണ്ടാവും എന്ന് ഉറപ്പ് പൂർണ്ണ അർത്ഥത്തിൽ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. താങ്കൾ കൗൺസിലർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക? പല പദ്ധതികൾ ഉൾപ്പെടുത്തി ഞങ്ങൾ വീടുകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയായി, ഞങ്ങൾ പിന്നെ എന്താ പറയുക മാലിന്യ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തയായി, ജലസേന വിതരണത്തിൽ സ്വയം പര്യാപ്തയായി, എന്തിന് നമ്മൾ കക്കൂസിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ സ്വയം പര്യാപ്തരായി എന്ന് പറയുന്ന മേനി നടിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ സത്യത്തിലൊരു ചോദ്യചിഹ്നമാണ് നെഹ്റു കോളനി. ഞാൻ ആ പ്രദേശത്ത് കഴിഞ്ഞ സംഭവപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു 100 പേർക്കെങ്കിലും സ്വന്തമായി വീടില്ല. തീർച്ചയായും എനിക്കൊരു അവസരം ലഭിച്ചാൽ എൻ്റെ ആദ്യത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ നെഹ്റു കോളനിയിലെ ആ വീടുകളില്ലാത്ത ആളുകളുടെ പുനരധിവാസം തന്നെയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെറുക്കാട് ഭാഗത്തുള്ള ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കനാലിന് മുകളിലും റോഡ് താഴെയാവുന്ന അവസ്ഥയാണ്. അതിനടിയുടെ ഒരു ടണൽ പോകുന്നത്. കനാലിൽ വെള്ളം വിട്ടു. ഇപ്പോൾ അവിടെ വെള്ളം കൊണ്ട് കെട്ടായി ആളുകൾക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത മറ്റു പലരുടെയും വീടിൻ്റെ പറമ്പിലൂടെ പോകേണ്ട സാഹചര്യം. നല്ലൊരു പ്രോജക്റ്റ് തന്നെ അതിന് വേണം. അതായിരിക്കും ഈ മുന്തിയ പരിഗണന കൊടുക്കാൻ പോകുന്നതിൽ ഒരു വിഷയം. സംവരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആവർത്തിച്ച് വന്നപ്പോൾ കോടതി ഇടപെടുന്ന വിഷയമാണ്. പക്ഷേ ചെയർമാൻഷിപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ പ്രഗത്ഭരെയാണ് മത്സരിപ്പിക്കുന്നത്. UDFന്റെ ജില്ലാ കൺവീനറാണ് ശ്രീ ബാലഗോപാൽ. തങ്ങളൊരു വാർഡ് ഇലക്ഷനാണ് മത്സരിക്കുന്നത്. പാലക്കാട് നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ്. എന്ത് തോന്നുന്നു? അത് ഞാൻ പറയേണ്ട കാര്യമല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ശതമാനം പോലും ആലോചിച്ചിട്ട് പോലില്ലാത്തൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഇതിനെ നയിക്കാൻ ഒരാൾ വേണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും സത്യത്തിൽ മത്സരിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. UDF പിടിച്ചെടുക്കുമ്പോൾ തന്നെ UDFിൽ തന്നെ റിബൽ ശല്യം വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ശ്രീ ബാലഗോപാൽ മത്സരിക്കുന്ന വാർഡിൽ പോലും തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട റിബലായിട്ട് മത്സരിക്കുന്നത്. അത്തരം റിബലുകൾ ഒരു ശല്യമായിട്ട് മാറുമോ, അത് ഭീഷണിയായിട്ട് മാറും? ഇനി ഇവിടുത്തെ റിബലിനെ സംബന്ധിച്ചാണെങ്കിൽ അയാൾ പാർട്ടി പ്രവർത്തകനായിരുന്നു. ഞാൻ മത്സരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തെയും മറ്റ് പാർട്ടി പ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും പാലക്കാട് MLA ശ്രീ ഷാഫി പറമ്പിലും ബഹുമാന MP ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഈ പ്രവർത്തകരെ വിളിച്ച് അറിയിക്കുകയും അത് ബോധ്യപ്പെടാത്ത 3-4 പ്രവർത്തകരിൽ ഒരാളാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. നമുക്കൊരു ചെറിയൊരു തലവേദന ഉണ്ടാക്കാനൊക്കെ കഴിയുന്നല്ലാതെ ആത്യന്തികമായി ഇവിടെ ഐക്യജനാധിപത്യ മണ്ഡലമാണ്. ഇത് UDF വിജയിക്കുമെന്ന് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. UDFന്റെ ജില്ലാ കൺവീനറാണ്. ഒരു മുഖവരിയുടെ ആവശ്യമില്ല. തീർച്ചയായും ഒരു വാർഡ് ഇലക്ഷൻ മത്സരിക്കുന്നു. ഈ വാർഡിലെ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാൻ? പാലക്കാട് നഗരസഭയിൽ ഞാൻ ആദ്യമായി മത്സരരംഗത്ത് ഉണ്ടാവുകയാണ്. പ്രത്യേക സാഹചര്യത്തിൽ മത്സരിക്കാൻ ഇടയായ ഒരാളാണ് എന്ന ആ ഒരു വിശ്വാസവും ആ ചിന്തയും ആ അറിവും ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പിന്തുണ ഈ മണ്ഡലത്തിന് എനിക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഈ വാർഡിൽ നിന്ന് ഒരു അംഗീകാരം എനിക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് UDFന്റെ ജില്ലാ കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ പി ബാലഗോപാൽ പാലക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്നത്. UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി തന്നെയാണ് പി ബാലഗോപാൽ. തീർച്ചയായും ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും UDFന്റെ ജില്ലാ കൺവീനറുമായ ശ്രീ പി ബാലഗോപാലിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ വേണുഗോപാലാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീ വേണുഗോപാൽ, ഹൗസ് ക്യാമ്പയിന്റെ അവസാന ഘട്ടത്തിലാണല്ലോ, വോട്ടർമാരുടെ പ്രതികരണം എന്താണ്? 10-20 വർഷമായി UDF ആണ് ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാർഡ് ഒരു വികസനവുമില്ലാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർഡിലെ ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? വോട്ടർമാർ എന്താണ് പരാതി നമ്മളോട് പറയുന്നത്? മാലിന്യം വലിയൊരു ഘടകമാണ്. മാലിന്യ നിർമ്മാർജ്ജനമാണ് മെയിൻ. റോഡ് വളരെ ശോചനീയാവസ്ഥയാണ് റോഡിൻ്റെ കാര്യം. ഡ്രൈനേജ് അതും പറയാൻ പറ്റില്ല. കൊതുകുകളുടെ ഒരു കൂടാരം തന്നെയാണ് ഡ്രൈനേജിൻ്റെ പ്രശ്നം. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ, സാമൂഹികമായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ, ലൈഫ് പദ്ധതികൾ ഇതും സാധാരണക്കാർക്ക് എത്തുന്നില്ല. ഏറ്റവും പാവപ്പെട്ടവർക്ക് ഒന്നും കിട്ടുന്നില്ല. ഉയർന്ന തലത്തിലുള്ളവർക്ക് പല ആനുകൂല്യങ്ങളും അവിഹിതമായി അനർഹമായിട്ട് ലഭിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വന്ന് എല്ലാവരും തുല്യമായി നമ്മുടെ LDF സർക്കാർ കാണുന്ന തുല്യത ഈ വാർഡിലും കൊണ്ടുവരണം. എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരും കൂട്ടിയിണക്കിക്കൊണ്ട് ഇപ്പോൾ വികസനം നടത്തണം തന്നെയാണ് LDFൻ്റെ ഒരു തീരുമാനവും നിശ്ചയവും. അതിനുവേണ്ടി ഞാൻ മുന്നിട്ട് നിൽക്കും. പ്രധാനമായിട്ട് വാർഡിലെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് വികസനമില്ലായ്മ ശ്രദ്ധയിൽപ്പെട്ടത്? നിങ്ങൾ നെഹ്റു കോളനിയുടെ ചില പ്രദേശങ്ങളുണ്ട്, കുന്നത്തുമയുടെ പ്രദേശങ്ങളുണ്ട്, ചെറുക്കാടിൻ്റെ ചില പ്രദേശങ്ങളുണ്ട്. ഈ ഭാഗത്തുനിന്ന് ഒരു വികസനവുമില്ല. വോട്ടയടയ്ക്കൽ നിന്നല്ലാതെ പൊതുവായിട്ടുള്ള ഒരു വികസനവും അത് നടന്നില്ല. നമ്മുടെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ നടത്താൻ പറ്റിയ ഒരു സ്ഥാപനമാണ് കമ്മ്യൂണിറ്റി ഹാൾ. നിങ്ങൾ നോക്കൂ, ഒന്നുമില്ല അവിടെ. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും ഞാൻ വിജയിക്കുകയാണെങ്കിൽ. ഈ താങ്കൾ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുക? മാലിന്യ നിർമ്മാർജ്ജനം അത് നിർബന്ധം, അത് വിട്ടുവീഴ്ചയില്ല. അത് കഴിഞ്ഞ് ഡ്രൈനേജ്, റോഡ് വികസനം, ഇത് നിർബന്ധം. ജനങ്ങളുടെ കൂടെ ഞാനുണ്ട്. അവർക്കുണ്ട് എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിനും എന്നും ഏത് സമയത്തും എന്നെ അവർക്ക് സമീപിക്കാവുന്നതാണ്. ഞാൻ അവരുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടാകും. വേണുഗോപാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അരാജകത്വം കുറച്ച് കുറഞ്ഞു കിട്ടും. ആ രീതിയിലൊരു പ്രവർത്തനമാണ് ഇവിടെ ആവശ്യമുള്ളത്. ശ്രീ വേണുഗോപാൽ, ഈ വാർഡിലെ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ വാർഡിൽ ജയിച്ചു പോയാൽ ഈ വാർഡിൻ്റെ എല്ലാ വികസനത്തിനും എല്ലാ നന്മയ്ക്കും ഞാൻ കൂടെ ഉണ്ടാകും. ഞാൻ 10-26 കൊല്ലമായി ഈ പ്രദേശത്ത് പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എല്ലാ സമയത്തും എല്ലാ ആവശ്യങ്ങൾക്കും 24-ാം വാർഡിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് ഞാൻ ഈ വാർഡിൽ തരും. തീർച്ചയായും വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നിലുണ്ടാവുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വേണുഗോപാൽ വോട്ടർമാരോട് സൂചിപ്പിക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ വേണുഗോപാലിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പാലക്കാട് നഗരസഭയിലെ 25-ാം വാർഡിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ വാർഡിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കുമാരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് കുമാരിയോട് ചോദിക്കാം. ശ്രീമതി കുമാരി, എങ്ങനെയാണ് ഇപ്പോൾ ഹൗസ് ക്യാമ്പയിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണല്ലോ എത്തിയിരിക്കുന്നത്? എന്ത് പറയുന്നു? വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. വോട്ടർമാർ ഓരോ വീടുകളും ഞങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻ കൗൺസിലർ ഭർത്താവായതുകൊണ്ട് അവരുമായിട്ട് നല്ലൊരു പ്രതികരണം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 5 വർഷമായിട്ടും അവരോട് നമ്മൾ നല്ല രീതിയിലുള്ളൊരു ഇതാണ് കാഴ്ചവെച്ചത്. വാർഡിലും നല്ലൊരു ഇതന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? വാർഡിൽ ഈ 5 വർഷമായിട്ടും വളരെയധികം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാലിന്യത്തിന്റെ പ്രശ്നം വലിയൊരു പ്രശ്നമായിരിക്കണം. ഫുഡ് വേസ്റ്റിന്റെ മാലിന്യം വലിയൊരു പ്രശ്നമായിരിക്കണം. അത് നമ്മൾ നല്ല രീതിയിൽ ഇനി അങ്ങോട്ടേക്ക് മാലിന്യത്തിന്റെ പ്രശ്നം, പിന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരമാവധി പരിഹരിച്ചിട്ടുണ്ട്. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ കൊണ്ടുപോയിട്ടുണ്ട്. ഡ്രൈനേജുകളുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് വികസനത്തിന് വേണ്ടി ഞാൻ മുന്നിൽ നിന്നിട്ടും നല്ല വികസനം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ 5 വർഷം ഞാൻ ഒരു കൗൺസിലർ പദവി എന്നുള്ളത് ഞാൻ സേവനം പോലെയാണ് ഇവിടെ കൊണ്ടുപോയില്ല. എനിക്കൊരു ജോലിയുണ്ട്. പ്രൈവറ്റ് കമ്പനിയിൽ 8 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പ്രവർത്തനമാണ്. ഞാൻ വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ കാര്യങ്ങളിൽ മുന്നിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരാതെ തന്നെ ഞാൻ വീടുകളിൽ പോയി ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. അത് ജനങ്ങൾ ഞങ്ങളിപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഞാൻ ലൈഫ് പദ്ധതി, PMA പദ്ധതി പ്രകാരം 63 വീടുകളുടെ ലിസ്റ്റ് അംഗീകരിച്ചു. അതിൽ 45 വീട് പണി പൂർത്തീകരിച്ചു. 200-ലധികം പേർക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ, അർഹതപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 51 പേർക്ക് കുടിവെള്ള കണക്ഷൻ സൗജന്യമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്.
മെയിൻ ഡ്രെയിനേജിൻ്റെ പ്രശ്നങ്ങൾ സ്ലാബ് ഇട്ട് ഈ ഗോപാൽ കോളനി ഭാഗത്ത് കുടിവെള്ളം പ്രശ്നമാണ്. അത് നമ്മളെ MP രാജേഷ് MPയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടിവെള്ള ലൈൻ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുമാരി ചേച്ചി നിൽക്കുന്നതിൽ വളരെ സന്തോഷമാണുള്ളത്. അവരൊരു സജീവമായ പ്രവർത്തകയാണ്. അതുകൊണ്ട് വീണ്ടും ഒരു വികസന തുടർച്ചയ്ക്ക് നമ്മുടെ കുമാരി ചേച്ചി വന്നാൽ വളരെ നല്ലതാണെന്ന് ഞങ്ങൾക്ക് വിചാരിക്കുന്നു. ഈ വാർഡിലെ സമഗ്രമായ വികസനത്തിന് നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇപ്പോൾ കുമാരിയെ നിർത്തിയിട്ടുള്ളത്. പരമാവധി ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ LDF നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വാർഡിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ആ കുട്ടിക്കുണ്ട് എന്നുള്ള ഒരു നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. നമ്മുടെ പാലക്കാട് നഗരസഭയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കണം എന്നതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി കുമാരിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സുധാ വിനോദാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത്. ഈ വാർഡുകൾ സന്ദർശിച്ചപ്പോൾ ആളുകളുടെ ഇടയിലുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം നല്ല പ്രതികരണമാണ്. അവരൊരു കുടുംബത്തിലെ അംഗത്തിനെ പോലെയാണ് എന്നെ കെയർ ചെയ്യുന്നത്. അവർക്ക് ഒരു മാറ്റം എന്തായാലും അനിവാര്യമാണെന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. റോഡ്, കുടിവെള്ളക്ഷാമം, ഭവന നിർമ്മാണം, അതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സ്ഥലപരിമിതി മൂലം ആൾക്കാർ വളരെ വിഷമിക്കുന്നുണ്ട്. ചെരക്കാട് സ്റ്റാർട്ടിങ് തന്നെ പ്രോബ്ലംസ് ആണ്. റോഡിന്റെ പ്രശ്നമാണ്. ഗോപാൽ കോളനി, എൽനിയങ്കോട് അങ്ങനെയുള്ള ഭാഗത്തൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കായിരിക്കും കൂടുതൽ സുധാ പ്രാധാന്യം നൽകുക? വാർഡിന്റെ വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. റോഡ് നിർമ്മാണം, കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളിൽ അവരുടെ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടീവായി നിൽക്കുക എന്നുള്ളതാണ്. മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ശ്രീ കുപ്പലിൻ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ 2005 മുതൽ 2015 വരെ UDF ഭരിച്ച വാർഡാണ് 25-ാം വാർഡ് ചെറക്കാട്. അന്ന് നടന്ന വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇന്ന് കാര്യമായി ഒന്നും നടന്നിട്ടില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ പ്രതികരണമുണ്ട്. ഒരു മാറ്റം ആവശ്യമാണെന്നും അതുപോലെ തന്നെ നമുക്ക് ഉള്ള സഹായങ്ങളും സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, തരുന്നുണ്ട്. അതുപോലെ വാർഡിൻ്റെ പല ഭാഗങ്ങളിലും വളരെയേറെ ശോചനീയാവസ്ഥ, വളരെയേറെ മോശപ്പെട്ട രീതി. ഗോപാൽ കോളനി പ്രദേശത്തും അതുപോലെ തന്നെ ചെറക്കാട് നിന്നും NH-ലേക്കുള്ള റിംഗ് റോഡ് കാല് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ കണ്ടീഷൻ കാണുന്നത്. അപ്പോൾ അതിനൊക്കെ മാറ്റം അന്നൊരു കോളനി പ്രദേശങ്ങളിലും പല ഭാഗങ്ങളിലും ഒരു കാര്യങ്ങളും ചെയ്തില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അത് ഞങ്ങൾ വന്ന് പരിഹരിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. ശ്രീമതി സുധ, എന്താണ് നിങ്ങളുടെ വാർഡിലെ വോട്ടർമാരോട് സുധയ്ക്ക് പറയാനുള്ളത്? എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി തന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. വാർഡിന്റെ സമഗ്രമായ വികസനത്തിനും ഒരു മാറ്റം അനിവാര്യമാണ് എന്ന സന്ദേശമാണ് ശ്രീമതി സുധാ വിനോദ് വോട്ടർമാരുടെ മുന്നിൽ വയ്ക്കുന്നത്. തീർച്ചയായും പാലക്കാട് നഗരസഭയിലെ 25-ാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി സുധാ വിനോദിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പാലക്കാട് നഗരസഭയിലെ 25-ാം വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 25-ാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ദിവ്യയാണ് നമ്മോടൊപ്പം ഉള്ളത്. MBA ബിരുദധാരി കൂടിയായിട്ടുള്ള ദിവ്യയോട് നമുക്ക് ചോദിക്കാം. ഹൗസ് ക്യാമ്പയിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയാണല്ലോ. ഓരോ വോട്ടർമാരുടെയും അടുത്തെത്തുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം എന്താണ്? ഓരോരുത്തരും അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു എല്ലാവരുടെയും നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ദിവ്യ, ഇപ്പോൾ ഏകദേശം വാർഡിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷത അറിഞ്ഞിരിക്കുമല്ലോ. വാർഡിൽ സഞ്ചരിച്ചപ്പോൾ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് വികസനം ഇല്ലാത്തത്, അങ്ങനെ വല്ല പരാതികളൊക്കെ കിട്ടിയിരുന്നു? തീർച്ചയായും
തീർച്ചയായും നമ്മൾ പ്രതിഭാ നഗറിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ അവരുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ റോഡിന്റെ പ്രശ്നം അവർ പറഞ്ഞു. നമ്മൾ ഐശ്വര്യ കോളനിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ മാലിന്യത്തിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാവരും പൊതുവേ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അഴുക്കജാലിന്റെ ഒരു പ്രശ്നമാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മളുടെ ചരക്കാട്ടുനിന്ന് കാടാങ്കോട് പോകുന്ന റോഡ് അവിടെ ഭയങ്കര മോശപ്പെട്ട ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ചൈതന്യ നഗറിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം വെള്ളക്കെട്ട്. നമ്മളോട് നല്ല പ്രതീക്ഷയോട് കൂടിയാണ് അവരുടെ പരാതികൾ ഇങ്ങോട്ട് പറയുന്നത് തന്നെ. ദിവ്യ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏത് മേഖലയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക? അഴുക്കജാലിന്റെ ഒരു പ്രശ്നം, അതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ മുൻതൂക്കം നൽകിക്കൊണ്ട് എന്നാലാവുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ദിവ്യ തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു മാറ്റം വേണമെന്ന് ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നു. ഇപ്പോഴുള്ള തലമുറകൾ പഠിച്ചവരും ചെറുപ്പക്കാരും വരണം എന്നാണ് എല്ലാവരെയും താല്പര്യം. അപ്പോൾ അവർക്കാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. ദിവ്യ ചേച്ചി യുവത്വത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചിയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട് ഇത്രയും കാലം നിന്നു. കൗൺസിലറായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെട്ടതായിരിക്കും. ഈ വാർഡിലെ വോട്ടർമാരോട് ദിവ്യക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ വാർഡിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീടിൻ്റെ വാതിൽ എല്ലാ സമയവും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും. ഞാൻ മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കുകയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. ഒന്ന് ഫോൺ ചെയ്താൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും എത്തുന്നതായിരിക്കും. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും MBA ബിരുദധാരിണിയായ ദിവ്യ വാർഡിന്റെ സമഗ്രമായ വികസന പരിപ്രേക്ഷ്യത്തെക്കുറിച്ചാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കില്ലെന്നും താൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും വോട്ടർമാർക്ക് ദിവ്യ ഉറപ്പു നൽകുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ദിവ്യയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന. പാലക്കാട് നഗരസഭയിലെ 26-ാം വാർഡിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ വാർഡിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈലജയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീമതി ശൈലജ, വീട് കയറിയുള്ള പ്രചരണങ്ങൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. എന്താണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? അവർ നമ്മളെ നെഞ്ചോട് ഏറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരണം, നല്ലൊരു ഭരണം, ഇനിയും തുടർന്നുള്ള നല്ല ഭരണത്തിന് വേണ്ടി നല്ല വിജയത്തോടു കൂടി ഈ വാർഡിൽ നിന്നും നഗരസഭയിലേക്ക് എത്തണമെന്നാണ് അവരുടെ അഭിപ്രായം. UDF ആണ് 5 വർഷം ഭരിക്കുന്നതെങ്കിലും എന്തെല്ലാം പരാതികളാണ് ഇപ്പോൾ ബാക്കി ആളുകൾ പറയുന്നത്? നിലവിലുള്ള കൗൺസിലർ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിന്റെ തുടർന്നുള്ള ഇനിയും ബാക്കി വെച്ചിട്ടുള്ളത് കൂടെ ഒന്നുകൂടി വികസിപ്പിച്ചെടുത്ത് നല്ലൊരു രീതിയിൽ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ഷൈജ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക? റോഡ്, വെളിച്ചം, വെള്ളം, നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും സാധാരണ ജനങ്ങൾക്കും ഈ അർഹതപ്പെട്ടവരിലും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. ഡ്രൈനേജ് ആണ് നമ്മുടെ കേനാത്തുപറമ്പിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ളൊരു ഘടകം. അതുകൂടി ഒന്ന് നിവർത്തിക്കണം. വീടുകളിലുള്ള വേസ്റ്റേജ് മുനിസിപ്പാലിറ്റികൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. കൗൺസിലറായി കഴിഞ്ഞാൽ അതിന് മുൻകൈ എടുക്കണമെന്നാണ് എന്നെ ജനങ്ങൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയ നടപടികൾ നമ്മൾ ചെയ്യും. സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള ശ്രീ രഞ്ജിത്താണ് നമ്മുടെ മുന്നിലുള്ള. രഞ്ജിത്ത് സ്വാഭാവികമായിട്ട് 5 വർഷം കൗൺസിലറായിരുന്നു. ഈ വാർഡിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ബാക്കിയുള്ളത്? ന്യൂ സിവിൽ നഗറിൽ MLA ഫണ്ട് 26 ലക്ഷം രൂപ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഡ്രൈനേജ് ലെവൽസ് എടുത്തിട്ടുള്ള ഡ്രൈനേജ് ചെയ്തപ്പോൾ 70% വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം ചെയ്തു. ദുർഗാനഗറിൽ റീടാറിങ് വെച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭ 26-ാം വാർഡിൽ സ്വന്തമായിട്ടുള്ള അങ്കണവാടി കെട്ടിടം ഏറ്റവും നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അങ്കണവാടി കെട്ടിടം നമ്മൾ പണി കഴിപ്പിച്ചു. കേനാത്തുപറമ്പിലെ ഡ്രൈനേജ്, കോൺക്രീറ്റ്, ഇന്റർലോക്ക് എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനമാണ് പാലക്കാട് നഗരസഭയിലെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മളെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് ഫുഡ് വേസ്റ്റ്, ജൈവ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പരാതി മാത്രമാണ് നിലനിൽക്കുന്നത്. എന്താണ് ശ്രീമതി ശൈലജ മത്സരിക്കുന്നു, സ്ത്രീകളുടെ വാർഡാണ് എന്ന് തോന്നുന്നു? എനിക്ക് നല്ല അഭിപ്രായമാണ്. വീണ്ടും നമ്മളുടെ 5 വർഷം നല്ല ഭരണമായിരുന്നു. അപ്പോൾ ഇനിയും
അടുത്ത 5 വർഷവും നന്നായി തന്നെ മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശൈലജ, നമ്മുടെ ഈ വാർഡിലെ വോട്ടർമാരോട് ശൈലജയ്ക്ക് എന്താണ് പറയാം? ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണം. എല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സമഗ്രമായ വികസനത്തിന് മുന്നിൽ ഉണ്ടാവുമെന്നും ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടും എന്നാണ് ശ്രീമതി ശൈലജ പറയുന്നത്. പാലക്കാട് നഗരസഭയിലെ 26-ാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ശൈലജയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഈ വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുജാതയാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം, സുജാത, ഹൗസ് ക്യാമ്പയിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. എന്താണ് വോട്ടർമാരുടെ പ്രതികരണം? എങ്ങനെയാണ് ഈ വാർഡിലെ വോട്ടർമാർ അവരെ ഹൃദയത്തിൽ ചേർത്തി പിടിച്ചുകൊണ്ടാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ മത്സരിക്കുമ്പോൾ എന്ത് വികസനമാണ് വോട്ടർമാരുടെ മുന്നിൽ LDF വെക്കുന്നത്? ഈ വാർഡിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത്, ഈ വാർഡിലെ നല്ലൊരു ചാലില്ല, അത് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു ചാലില്ലാത്തതാണ് ഏറ്റവും വലിയൊരു ജനങ്ങളുടെ ഒരു വികാരം. കാരണം ആ ചാല്, പിന്നെ ഞാൻ ഒരു 2 ടേം ഈ വാർഡിൽ റൗണ്ട് ചെയ്തതിന് ശേഷം എനിക്കിതിൽ പഠിക്കാൻ കഴിഞ്ഞത്, വാട്ടർ കണക്ഷൻ്റെ ലൈനുകൾ 100-200 മീറ്ററോളം ചെറിയ ലൈനുകൾ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അത് വലുതാക്കി കൊടുക്കണം എന്നാണ് ഞാൻ ആദ്യം ഈ വാർഡിൽ എല്ലാ വീടുകളിലും പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. അത് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുപരി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈനുകൾ വിവിധ ഭാഗത്ത് എത്തിയിട്ടില്ല. അതും ഈ ജനങ്ങളോട് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. അതിനുപരി വികസനം, കാരണം പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ വികസനം, ലൈഫ് പദ്ധതി പോലുള്ള ഒരു പദ്ധതിൻ്റെ പേര് പോലും 26-ാം വാർഡിലെ അംഗങ്ങളുടെ ഒരൊറ്റ ആളുടെ പേര് പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. കാരണം ഒരുപാട് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വികസനം എത്തിക്കാൻ ഈ വാർഡിൽ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പോരായ്മയായിട്ട് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നഗരസഭയിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുക്കാനും. സുജാത കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏത് മേഖലയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക? കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് ആ ഭാഗങ്ങൾ പരമാവധി വികസനം എത്തിക്കുക എന്നാണ് എനിക്ക് പറയുന്നത്. എല്ലാ ഭാഗവും ഈ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടായിരിക്കും എൻ്റെ വികസനം കാഴ്ചവെക്കുക. ഞങ്ങളെല്ലാവരും സുജാത ചേച്ചി വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമാണ്. കാരണം UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു തെരുവ് വിളക്ക് അണഞ്ഞിട്ട് 6-7 മാസത്തോളം ഞാൻ ആളെ വിളിച്ചുകൊണ്ടിരുന്നു, ലേറ്റ് പോയിരിക്കുകയാണ് വെക്കണം. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞിട്ടായിരുന്നു സുജാത ചേച്ചി അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത് ഈ വാർഡിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട 5 വർഷങ്ങളാണ്. കാരണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, മലിനജലം നിറഞ്ഞ ഓടകൾ, അവിടെ എല്ലാം കൊതുകിന്റെ വാസകേന്ദ്രമാണ്. ന്യൂസിൽ നഗർ ഭാഗം, അവിടെ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. ദുർഗാ കോളനി, അവിടെ ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് അവിടുത്തെ ഓടകളാണ്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് അർഹതപ്പെട്ട ഒട്ടേറെ ആളുകൾക്ക് വീട് ലഭിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ഒരൊറ്റ വീട് പോലും ഈ വാർഡിൽ കഴിഞ്ഞ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന കൊടുക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ്. ശ്രീമതി സുജാത, എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് സുജാതയ്ക്ക് പറയാനുള്ളത്? ഈ വാർഡിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ വാർഡിൽ ജയിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന മാതിരി, കാരണം എല്ലാ ഭാഗത്തുള്ള പോലെ വിളിച്ചാൽ കിട്ടാത്ത ഒരു കൗൺസിലറായിട്ട് ഞാൻ മാറില്ല. എന്നെ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ വാർഡിൽ ഓടി എത്തും എന്ന് ഞാൻ വാർഡിലെ വോട്ടർമാരോടും എല്ലാവരോടും ഞാൻ പറയുന്നു. എനിക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ 26-ാം വാർഡിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി സുജാതയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.
വിശേഷം 2020 നഗരത്തിലെ അംഗം പരമ്പരയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള FB ബഷീറാണ് നമ്മോടൊപ്പമുള്ളത്. ഒരുപക്ഷെ UDFന്റെ റിബൽ സ്ഥാനാർത്ഥി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. തീർച്ചയായും ബഷീറിനോട് നമുക്ക് ചോദിക്കാം, ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം എന്താണ്? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഞാൻ വോട്ടർമാരോട് പോകുമ്പോൾ ജനങ്ങളുള്ള പോസിറ്റീവ് മൈൻഡാണ്. നിങ്ങൾ വരണം. ഒരുപാട് കാലമായി നമ്മളിവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതായത് കോവിഡ് കാലഘട്ടങ്ങളിലും ഒരു കുടുംബങ്ങൾ പോകാത്ത പോലും നമ്മൾ അവിടെ എത്തിച്ചെല്ലാറുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ് എനിക്ക് തരുന്നത്. ശ്രീ ബഷീർ, UDFന്റെ ജില്ലാ കൺവീനറാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത്. ഒരു റിബൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തായിരുന്നു കാരണം? അതിന്റെ കാരണം റിബലായിട്ട് നോമിനേഷൻ കൊടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? KPCCയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നത്. വാർഡിന്റെ എല്ലാ ഭൂരിപക്ഷവും, അതായത് മണ്ഡലത്തിന്റെ ഭൂരിപക്ഷവും ബ്ലോക്കിന്റെ ഭൂരിപക്ഷമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വാർഡിലേക്ക് കയറി വരുന്നത്. അവസാനം വരെ പറഞ്ഞു സ്ഥാനാർത്ഥി നിങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു. നമ്മളോട് തറപ്പിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ 18-ാം തീയതി 19-ാം തീയതി നോമിനേഷൻ അവസാനിക്കുകയാണ്. 18-ാം തീയതി 12 മണിക്ക് DCCയിലേക്ക് വിളിച്ച് MLA കൂടി ഉള്ള ഒരു മീറ്റിംഗിൽ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പെട്ടെന്ന് തീരുമാനിക്കുന്നത് KPCCന്റെ തീരുമാനമാണ്, അതുകൊണ്ട് പി ബാലഗോപാലിനെ ആക്കണം എന്ന്, ആ സ്ഥാനാർത്ഥി ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കഴിയില്ല, എന്തായാലും ഒരു കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഇത്രകൊണ്ട് മുമ്പ് പറഞ്ഞില്ല? മുമ്പേ ഉള്ള ഒരു തീരുമാനമാണെന്ന് നമുക്ക് വ്യക്തമായി അറിഞ്ഞിരുന്നു. ഞങ്ങൾ ചോദിച്ചിരുന്നു, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു? ഇപ്പോൾ എന്തായാലും കഴിയില്ല, ഞാൻ മത്സര രംഗത്തുണ്ടാകും എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. താങ്കളാണെങ്കിൽ ചെറുപ്പം മുതൽ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഈ വോട്ടർമാർ വല്ലാത്തൊരു കൺഫ്യൂഷൻ ആവുമല്ലോ, സ്വാഭാവികമല്ലേ? വോട്ടർമാരുടെ ഇടയിൽ പോകുമ്പോൾ താങ്കളുടെ ഒരു സ്വീകാര്യത കാണിച്ച റിബൽ സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് തന്നെ താങ്കളെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് അവരുടെ പ്രത്യേകത? അങ്ങനെ ഒരു റിബൽ സ്ഥാനാർത്ഥി എന്ന് ഒരിക്കലും ജനങ്ങൾ പറയാറില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ കയറി ചെല്ലുന്നത്. നിങ്ങൾ വരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യത്തില്ല, കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും, നമ്മുടെ പ്രവർത്തകർ, വാർഡിന്റെ പ്രവർത്തകർ എല്ലാവരും എന്റെ കൂടെയാണ്. അത് നിങ്ങൾക്കറിയാം. വാർഡ് കമ്മിറ്റിയും എല്ലാം നമ്മുടെ കൂടെയാണ്. ഞങ്ങൾ ജനങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണിത്. പ്രത്യേകിച്ച് വികസന കാര്യങ്ങൾ, എന്ത് വികസനമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്? വഴിവിളക്കുകൾ, അഴുക്കുചാലുകൾ, അത് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രത്യേകതയാണ്. എന്നും ജനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അവർ കൂടെ ഉണ്ടാവും. അവരാവശ്യപ്പെടുന്ന വിധത്തിൽ നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ്. ശ്രീ ബഷീർ, എന്താണ് താങ്കളുടെ വാർഡിലെ വോട്ടർമാരോട് താങ്കൾക്ക് പറയാൻ? ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് ഞാൻ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ചിഹ്നം കൊടയാണ്. ആ കൊട ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂടെ ഈ വാർഡിലുണ്ടാവും. ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഉറപ്പിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് ബഷീർ. UDFന്റെ സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴാണ് റിബൽ സ്ഥാനാർത്ഥി എന്ന ലെവലിൽ സ്വാഭാവികമായിട്ടും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർഡ് കൂടിയാണ്. കാരണം വെച്ചാൽ ഒരു ചെയർമാൻഷിപ്പിലേക്ക് വരുന്ന UDFന്റെ പ്രധാന സാരഥി മത്സരിക്കുന്നവരുടെ റിബലായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബഷീറിന് ഏറ്റവും കൂടുതൽ ഈ സ്ഥാനാർത്ഥിത്വത്തിന് അതിന് ഏറ്റവും വലിയ ഒരു കൗതുകവും അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു വാർഡ് കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. തീർച്ചയായും 24-ാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ FB ബഷീറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പാലക്കാട് നഗരസഭയിലെ 23-ാം വാർഡിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. 23-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശോഭനയാണ് നമ്മോടൊപ്പമുള്ളത്. നമുക്ക് ചോദിക്കാം, ശ്രീമതി ശോഭന, എന്താണ് വാർഡുകളിലുള്ള ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടും നല്ല പ്രതികരണവുമാണ് ഉണ്ടായിട്ടുള്ളത്. UDFന്റെ കയ്യിലാണ് 20 വർഷമായിട്ട്. അതിനൊരു മാറ്റം വരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലാണ്, വികസന കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് വോട്ടർമാരുടെ മുന്നിൽ പറയുന്നത്? റോഡുകളും ചാലുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ റോഡുകൾ, പിന്നെ റോഡ് ടാറിംഗ്, ചാലിന്റെ പണികൾ, സ്റ്റേഡിയം പുനരുദ്ധാരണം, അതൊക്കെ ചെയ്യാനാണ്. ശോഭന കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക? കുടുംബശ്രീ പ്രവർത്തകർക്ക് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല സന്തോഷമുള്ളൂ. നല്ല ആളാണ്. നന്നായിട്ട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ വാർഡ് തീരെ അവഗണിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ദേശീയ തലത്തിലുള്ള പരിപാടികൾ വരെ നടത്താൻ യോഗ്യമായ രീതിയിലുള്ള ഒരു സ്റ്റേഡിയമാണുള്ളത്. പക്ഷെ കുറ്റകരമായ അനാസ്ഥ കാരണം അതിൻ്റെ ഒരു പ്രവർത്തനമൊന്നും കിട്ടില്ല. തൊട്ടപ്പുറത്തുള്ള സ്റ്റേഡിയം സ്റ്റാൻഡ് ആധുനിക സൗകര്യങ്ങളോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള നഗരസഭകളൊക്കെ അവരുടെ സ്റ്റാൻഡും മറ്റു കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചപ്പോഴും ഇതൊരു എന്താ പറയുക, ശ്മശാന ഭൂമി മാതിരി ഇങ്ങനെ കിടക്കുക. ഏറ്റവും ആളുകൾ പ്രധാനപ്പെട്ട ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്
നമ്മുടെ ജില്ലാ ആശുപത്രിയിലേക്കുള്ള യാത്രയുമായി ബന്ധം ആ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താനോ ആ വക കാര്യങ്ങൾക്കോ കഴിഞ്ഞില്ല. നല്ല പ്രതികരണമാണ് വോട്ടർമാരുടെ ഇടയിൽ. കാരണം നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടുത്തെ കുടുംബശ്രീയായിട്ട് പ്രവർത്തിച്ച് എല്ലാ വീടുകളിലും മരുന്നുകളൊക്കെ കൊണ്ട് കൊടുക്കാൻ പോയിട്ടുള്ള അങ്ങനെ നല്ല പരിചയം. നമുക്കൊരു പുതിയൊരു ആളിനെ പരിചയപ്പെടുത്തേണ്ട രീതിയിലല്ല ഈ വോട്ടർമാരിൻ്റെ കാണുമ്പോഴുള്ള പ്രതികരണം. അതുകാരണം കൊണ്ട് നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്ന വേസ്റ്റ് മാലിന്യീകരണം, അത് നിങ്ങളുടെ ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്താണെങ്കിലും മൂക്ക് പൊത്തിയിട്ടല്ലാണ്ട് നമുക്കത് പോകാൻ പറ്റില്ല. വലിയ കോളനികളുടെ പരിസരത്ത് പോലും റോഡ് സൈഡാണ് മാലിന്യം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെന്നുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ എല്ലാവരും പെട്ടെന്ന് വിജയിപ്പിക്കണം എന്നൊരു അപേക്ഷയും കൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ശോഭന, വോട്ടർമാരോട് ശോഭനയ്ക്ക് എന്താ പറയാൻ? ഞാൻ വാർഡിലെ ജനങ്ങളോട് എപ്പോഴും എല്ലാ സമയത്തും ഞാൻ ഒരുമിച്ച് ഉണ്ടാവും. എന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നു. പാലക്കാട് നഗരസഭയിലെ 23-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശോഭനയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.